Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എണ്ണയില്ല പലഹാരമാണ്. കുട്ടികളുള്ള എല്ലാ വീടുകളിലും റാഗി ഉള്ളതാണ്. പലപ്പോഴും കുട്ടികളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയെല്ലാം ഞാൻ ചേർക്കാം പോകുന്നത്. നമ്മുടെ ഹെൽത്തിന് നല്ലതായ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1/4 കപ്പ് ഞാൻ പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ശർക്കരയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പൊടിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. ഞാനിവിടെ ഇടികല്ലിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതയ്ക്കുന്ന ഇടികല്ലിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഉരുകി വരണം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചിട്ടാണല്ലോ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുത്ത ശർക്കരയാണ്. അപ്പൊ അതാവുമ്പോൾ ഹെൽത്തിനും നല്ലതാണ്, കൂടുതൽ കളറും കിട്ടും, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ശർക്കരയാണോ ഉള്ളത് അതെടുക്കുക. അപ്പൊ ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പൊ ഞാനിവിടെ മീഡിയം ഫ്ലെയിമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ശർക്കര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചൊഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാനിവിടെ ശർക്കര അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളും ഒരു സ്റ്റീലിന്റെ അരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പൊ നിങ്ങൾ അരിപ്പ് എടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റീലിന്റെ അരിപ്പ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചൂടായിട്ടാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കളയാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യം നമുക്ക് പശുവും പാലാണ്. ഞാനിവിടെ 1.5 കപ്പ് അളവ് പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ തേങ്ങാപ്പാലില്ല, നമ്മൾ എടുക്കുന്നത് പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. അതും 1.5 കപ്പ്. ഈ പാലൊന്ന് നമുക്ക് തിളച്ച് വരണം. ഒന്ന് ഇളക്കി കൊടുക്കാം. പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കപ്പലണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് കൂടുതൽ കപ്പലണ്ടി ഒന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്താൽ മതി. അപ്പോൾ 1 മിനിറ്റ് ആയപ്പോൾ തന്നെ കപ്പലണ്ടി റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അതും നമ്മുടെ തേങ്ങയുടെ വൈറ്റ് പോർഷൻ മാത്രമേ എടുക്കാവൂ, ബ്രൗൺ നിറം എടുക്കാൻ പാടില്ല. ഇനി ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാകും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇതിന്റെ നിറം ഒന്നും മാറാനും പാടില്ല. ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ നമുക്ക് മാറി കിട്ടുകയും വേണം. അപ്പൊ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. ഇപ്പൊ വെള്ളത്തിന്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്ക് ഈർപ്പൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കപ്പലണ്ടി വറുത്ത് മാറ്റി വെച്ചത് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു മിക്സിയിലെ ഒരു ചെറിയ ജാർ എടുക്കുക. ഈർപ്പൊന്നും ഇല്ലാത്ത ജാർ വേണം എടുക്കാൻ. അതിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. നിർത്തി വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കപ്പലണ്ടി ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈർപ്പൊന്നും ഇല്ലാത്ത ഒരു ചെറിയ മിക്സിയിലെ ജാർ എടുക്കുക. അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ തേങ്ങ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഇനി കടായി ഒന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റാഗിപ്പൊടിയാണ്. അപ്പോൾ കൂവരക് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഇവിടെ കൂവരക് എന്നാണ് പറയുന്നത്. അപ്പോൾ റാഗിപ്പൊടി 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ റാഗിപ്പൊടി എന്തുകൊണ്ടും നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ കുട്ടികളുള്ള എല്ലാ വീടുകളിലും ഈ റാഗിപ്പൊടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൽ അയൺ കണ്ടന്റ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ റാഗിപ്പൊടി ഇവിടെ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. ഇനി നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് തണുക്കാൻ വെച്ച പാല് ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ മാവ്. അപ്പൊ
അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ശർക്കര പാനി ഇത് മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടുകയും വേണം നമുക്ക്. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഈ കട്ടയെല്ലാം നമുക്ക് ഉടഞ്ഞു കിട്ടും. അപ്പൊ നമ്മുടെ ഈ മിക്സ് കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉടഞ്ഞു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ എനിക്ക് തിളച്ച് വന്നപ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച കപ്പലണ്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചതിൽ നിന്നും കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ഇതിനാവശ്യമുണ്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ റാഗി ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇങ്ങനെ കുറുക്കി കൊടുക്കാതെ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മളിത് എത്ര കഴിച്ചാലും മതിവരികയില്ല. റാഗി വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയില്ല. അത്ര നല്ല ടേസ്റ്റാണ്. ആ റാഗിയുടെ ഒരു കുത്തലോ ഒന്നും തന്നെ കാണില്ല. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് നമുക്ക് വിട്ട് ഒന്ന് കിട്ടണം. ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. പാനിൽ നിന്ന് ഒരു ബോൾ പോലെ നമുക്ക് ഉരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഉടൻ തന്നെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കുറച്ച് തണുത്ത് വരട്ടെ. നമ്മൾ മാറ്റി വെച്ച മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവിന് ശേഷം നന്നായിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കണം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചിട്ടണം നമുക്ക്. ഞാൻ ഈ പലഹാരത്തിൽ ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല. വെറും 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉരുട്ടി വെച്ച മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ അമർത്തി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ അപ്പുറത്തെ കൈയിന്റെ നടുവിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടുക. ഉരുട്ടിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 2-3 ഷേപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് എന്നിട്ട് നമ്മുടെ കൈയിന്റെ ഈ വിരലിന്റെ ഭാഗം വെച്ച് നമുക്കൊരു ഇതുപോലെ ഒന്ന് കുഴിയിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ നടുവിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബദാമാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഷേപ്പിന് തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഒന്നാമത്തെ ഷേപ്പാണ്. ഇനി 2 ഷേപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങയിലോട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്ത് അടുത്തതായിട്ട് അതുപോലെ കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് കൈവച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓയിലോ നെയ്യോ ഒന്ന് കയ്യിലൊന്ന് തടവി കൊടുത്താൽ മതി. ഇനി കൈയിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇതാണ് രണ്ടാമത്തെ ഷേപ്പ്. ഇതിലോട്ട് ഞാനിവിടെ ബദാം പരിപ്പല്ല വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു കപ്പലണ്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നടുവിലോട്ട് ഒരു റൗണ്ട് ഹോളാണല്ലോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല. ഇതുപോലെയൊക്കെ നമ്മൾ അതിഥികൾ വന്നാലും കുട്ടികൾക്കായാലും ഇതുപോലെയൊക്കെ പല ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഇത് കഴിച്ച് തീർക്കുകയും ചെയ്യും. ഇതിനി ഡെസിക്കേറ്റഡ് കോക്കറിൽ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈവച്ച് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈൻ്റെ നടുവിൽ അപ്പുറത്തെ കൈൻ്റെ നടുവിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതൊരു റോള് പോലെയാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം 2 വശവും ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണേ. അപ്പോൾ കണ്ടോ, വേറൊരു ഷേപ്പ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കറിലോട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നെയ്യോ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മിക്സ് ഇതുപോലെ എടുക്കുക.
നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്പൂണിൻ്റെ അകത്തേനെ നമുക്ക് വെച്ച് കൊടുക്കാം. അമർത്തി കൊടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പിന് കിട്ടും. ഈ സ്പൂണിൻ്റെ തന്നെ നമുക്ക് ഷേപ്പായിട്ട് കിട്ടും. നമുക്ക് അമർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ അടുത്ത് വേറൊരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു മോൾഡ് എടുക്കാം. ഇതുപോലെ നമുക്ക് എപ്പോഴും കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും. ഇനി ഇതിലോട്ട് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് നല്ലൊരു ഷേപ്പാണ്. ഞാൻ മോൾഡ് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കുഴച്ച് വെച്ച മിക്സ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലോട്ട് നിറച്ച് കൊടുക്കാം. മാവ് നല്ലോണം ടൈറ്റ് ചെയ്ത് വേണം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളി ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ കാണിച്ച ഏത് ഷേപ്പ് വേണോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല അടിപൊളി ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് കറിവേൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.